എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ബിഗ് ബോസിൽ ഏറ്റവും വലിയ PR ചെയ്യുന്നതിൽ ഒരാളാണ് അനീഷ് എന്നുള്ളത്. കാരണം ഞാൻ ഫേസ്ബുക്കിൽ ധാരാളം റൈറ്റപ്സുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹൗസിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളെ അയാൾ ചിന്തിക്കാത്ത രീതിയിൽ റൈറ്റപ്സുകളും വ്യാഖ്യാനങ്ങളും കൊണ്ട് കോമണർ, കർഷകൻ, മറ്റു തുടങ്ങിയ പല വ്യാഖ്യാനങ്ങളും പല രീതിയിലുള്ള കണ്ടന്റുകളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് പലരും അനീഷിന് അനുകൂലമായിട്ട് എഴുതി വിടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു സാധാരണ ബിഗ് ബോസ് പ്രേക്ഷകൻ ചെയ്യുന്നതല്ല, വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ച് പേർ ചെയ്യുന്നതാണെന്ന്. അപ്പോൾ അനീഷിനോട് എനിക്ക് യാതൊരു വിരോധവും, ആ വ്യക്തിത്വത്തിൽ സത്യമുണ്ടെന്നുണ്ടെങ്കിൽ, അയാളുടെ പെരുമാറ്റത്തിൽ സത്യമുണ്ടെന്നുണ്ടെങ്കിൽ, അയാളുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ ആ ശരി വിജയിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ഏത് മേഖലയിലായാലും വിജയിക്കേണ്ടത് സത്യമാണ്. സത്യം വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തൂ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ലൈവിലും ഇത് തന്നെയാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിലായാലും നിങ്ങൾക്ക് മുമ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. സത്യവും നീതിയും ജയിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. സത്യവും നീതിയും ഉള്ളിടത്ത് മാത്രമേ പ്രകാശം, നന്മ നിറയത്തുള്ളൂ. അപ്പോൾ നന്മയുടെ പ്രകാശം നിറയാൻ നമുക്ക് സത്യത്തിനൊപ്പം നിൽക്കാം. സത്യം ആരുടെ ഭാഗത്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾ ആ മത്സരാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുക. പുറമേ നിന്ന് ഈ ഷോ കാണാത്ത ആൾക്കാർ വന്ന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം പണമാണെന്ന് മനസ്സിലാക്കുക. സത്യത്തെ മറയ്ക്കാൻ പണത്തിന് കഴിയുമെങ്കിൽ ആ പണത്തെ സത്യം കൊണ്ട് ഇല്ലാതാക്കാൻ നിൽക്കലാണെന്ന്. അപ്പോൾ ഇവിടെ PR എന്ന് പറയുന്നത് ഈ മത്സരാർത്ഥികൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്നും നാളെ ആര് വിജയിച്ചാലും അത് കേവലം PR ആരോപണത്തിലേക്കും ആക്ഷേപത്തിലേക്കും ചുരുക്കാതെ എല്ലാ മത്സരാർത്ഥികളും PR സംവിധാനത്തെയും സാമ്പത്തികമായി വോട്ട് പിടിക്കാനുമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി ബിഗ് ബോസിൽ യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ ഗെയിം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് സർവൈവലാണെന്ന് പറയും. കാരണം നമ്മൾ നാടും വീടും കുടുംബവും നമ്മുടെ ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു രീതിയിലും നമ്മുടെ സമൂഹവുമായി കണക്റ്റഡ് അല്ലാത്ത ഒരു പ്രദേശത്ത് പോയി 100 ദിവസം ഒന്നും ചെയ്യാതെ നിൽക്കുക എന്ന് പറഞ്ഞാലും വലിയ ഗെയിമാണ്, വലിയ പ്രയാസം. നിങ്ങളൊരു സത്യസന്ധനായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സാ വാച മറ്റൊരാളോട് ദ്രോഹിക്കണമെന്ന് ചെയ്യാത്തൊരു ചിന്താഗതി, അല്ലെങ്കിൽ നിങ്ങളെ അറിഞ്ഞോ അറിയാതെ ആരെങ്കിലുമൊക്കെ ക്രൂശിക്കുന്ന സമയത്ത് ഈശ്വരൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകണമല്ലോ. അതിനെയാണല്ലോ നമ്മൾ ഈശ്വര ചൈതന്യമെന്നും ഈശ്വരീയതയെന്നും അനുഗ്രഹമെന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഹൗസിനുള്ളിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരാളെ മറ്റൊരാൾ കള്ളത്തരം പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടമായിട്ട് എല്ലാവരും ചേർന്ന് എതിർക്കുന്ന സമയത്ത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാതെ ഹൗസ് മേറ്റ്സ് എല്ലാവരും ഒന്നടങ്കം അയാളെ ആക്രമിക്കുമ്പോൾ സത്യം തിരിച്ചറിയേണ്ടത് പ്രേക്ഷകരാണ്. അപ്പം നമ്മൾ അവിടെ വോട്ട് ചെയ്യുന്നത് അനുമോൾ എന്ന് പറയുന്ന പർട്ടിക്കുലർ വ്യക്തിക്കല്ല, മറിച്ച് സത്യത്തിന് അനുകൂലമായിട്ടാണ്, ശരികൾക്ക് അനുകൂലമായിട്ടാണ്. ആരുടെ ഭാഗത്താണോ ശരി ആ ശരിക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇന്ന് ഒരു ദിവസം അപ്പോൾ തൻ്റെ ഭാര്യയെയും മക്കളെയും ഉമ്മയും ഉപ്പയൊക്കെ ഉപേക്ഷിച്ച് അയാൾ ഹൗസിൽ വന്ന് 10 ദിവസം നിന്നാലും അത് പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു രീതിയിലും ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷനോ ഒരു രീതിയിലുള്ള സന്ദേശങ്ങൾക്കും പാസ് ചെയ്യാൻ പറ്റാതെ, നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ അറിയാതെ, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളുടെ കുടുംബത്തിനറിയാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു 10 ദിവസം വെറുതെ ഒരു അടച്ചിട്ട മുറിയിൽ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? അത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പം താമസിക്കുന്നവർ നിങ്ങളെ കടന്നാക്രമിക്കുക, നിങ്ങൾക്ക് വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആൾക്കാരില്ലാതെ വരിക, നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ പറ്റാതെ ഒറ്റപ്പെട്ട് വേണ്ടപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരിടത്ത് കിടക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തെ നിങ്ങൾ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലെ ഏറ്റവും പ്രധാന ഗെയിം എന്ന് പറയുന്നത് അതിജീവനമാണ്. വ്യക്തിപരമായിട്ട് ഇപ്പോൾ എന്നോട് പല ആൾക്കാരും അഖിൽമാരാർ സീസണിൽ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സീസണിലെ മറ്റു മത്സരാർത്ഥികളെ അപേക്ഷിച്ച് ഞാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഏറെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യയുടെയും മക്കളുമൊക്കെ ഉപേക്ഷിച്ച് ബിഗ് ബോസിൽ നിന്ന് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ നേരിടേണ്ടി വരുന്ന അറ്റാക്കുകളെക്കാട്ടിയും കൂടുതലും ഇവരിൽ നിന്ന് അകന്ന് ഇവരുമായി ഒരു ബന്ധവുമില്ലാതെ എനിക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ അതിജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഗെയിമായിട്ട് ഞാൻ കാണുന്നത്. അത്തരം എനിക്കൊപ്പം ഗെയിം കളിച്ച ഒരാൾ യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുക. തൊപ്പിയെപ്പോലെ ഒരാൾ വന്ന് അനീഷിന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹം അടുപ്പമൊക്കെ ഉണ്ടാവാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം കൊണ്ടാകാം. ഇതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചുകൊണ്ടാവാം. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്നത് എനിക്കന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണപ്പോൾ ഇവിടെ PR സംവിധാനം യൂട്ടിലൈസ് ചെയ്യുന്നത്? ഷോ കാണാത്തൊരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചോദിക്കുന്നെങ്കിൽ, വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥി വിജയിക്കണമെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ ശക്തമായ PR-ൻ്റെ സ്വാധീനത്തിൽ മാറുന്നു. ഇനി അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു, ആ ഇഷ്ടം സത്യമായിരുന്നു എന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് വന്ന ആൾക്കാർ അതിക്രൂരമായിട്ട് അനുമോളെ ആക്രമിക്കുന്ന സമയത്ത് അനീഷ് ഒരു സ്ഥലത്തും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പം നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇഷ്ടം അയാൾ തിരിച്ച് നമ്മോട് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ നമ്മുടെ ശത്രുവാണ്, അല്ലല്ലോ.
അപ്പോൾ തിരിച്ച് അനുമോൾ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അനുമോൾ സത്യം ഇപ്പോൾ വിളിച്ചു പറയുമ്പോൾ അവരെ മനസ്സിലാക്കാനോ അവർ പറയുന്ന യാഥാർത്ഥ്യത്തെ ചിന്തിക്കാനോ അനുകൂലിക്കാനോ പോകുന്നില്ല. അതേസമയം ഇഷ്ടം പറയുന്നതിന് തൊട്ട് മുൻപ് സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് പറയും. കാരണം നമ്മൾ നാടും വീടും കുടുംബവും നമ്മുടെ ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു രീതിയിലും നമ്മുടെ സമൂഹവുമായി കണക്റ്റഡ് അല്ലാത്ത ഒരു പ്രദേശത്ത് പോയി 100 ദിവസം ഒന്നും ചെയ്യാതെ നിൽക്കുക എന്ന് പറഞ്ഞാലും വലിയ ഗെയിമാണ്, വലിയ പ്രയാസമാണ് അതെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ബന്ധങ്ങളുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ അനീഷിനെ സംബന്ധിച്ച് ഭയങ്കര ഈസിയാണ് ബിഗ് ബോസിൽ സർവൈവ് ചെയ്യാൻ. അതുകൊണ്ടാണ് അനീഷ് ബിഗ് ബോസിനുള്ളിൽ പറഞ്ഞത് എനിക്കിവിടെ നിന്ന് പോകണ്ട എന്ന് അനീഷ് ആവർത്തിച്ച് പറഞ്ഞത്. അനീഷിന് പോയിട്ട് പ്രത്യേകിച്ച് സമൂഹമായി അയാളെ കണക്ട് ചെയ്യിപ്പിച്ച് നിർത്തുന്ന ബന്ധങ്ങളില്ല. അവിടെ മാനുഷിക മൂല്യങ്ങളെക്കാട്ടിയും കൂടുതലും തനിക്കവിടെ സുഖമായി ജീവിക്കാമെന്നുള്ള ചിന്തയാണ് അനീഷിനെ ബിഗ് ബോസിൽ നിലനിർത്തുന്നത്. ഷാനവാസിന് ഫാമിലിയുണ്ട്. അനുമോളിലേക്ക് മാത്രം ഈ ആക്ഷേപം ചുരുക്കരുത്. അക്ബറിൻ്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ PR ഗ്രൂപ്പുകളുണ്ട്. ഷാനവാസിൻ്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ PR ഗ്രൂപ്പുകളുണ്ട്. അതിലിപ്പോൾ അക്ബറിൻ്റെയൊക്കെ PR സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ, അതായത് ഞാൻ നോക്കിയപ്പോൾ ഒരു മാസം മുൻപ് പാലസ്തീൻ വിഷയത്തെ പോലും അനുകൂലിച്ചുകൊണ്ട് അക്ബറിൻ്റെ വൈഫ് ഇട്ടേക്കുന്ന വീഡിയോയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് പാലസ്തീനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. കാര്യം അടുത്തിടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ, ഈ പാലസ്തീനെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില സമയത്ത് വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ അകത്തുനിന്നും പുറത്തുനിന്നും